അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം വിഭാഗത്തിൽ രണ്ട് വിഭാഗീയതാണുള്ളത്. ഒന്ന് സമസ്ത ആളുകളും രണ്ടാമത്തെ മുജാഹിദ് ആളുകളും. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെ ആശയങ്ങൾ എന്താണ് എന്ന് നമ്മളൊന്ന് ജസ്റ്റ് പരിശോധിക്കുകയാണ്. നിങ്ങളത് മുഴുവനായിട്ടൊന്ന് കാണണം. ആദ്യം നമ്മൾ ഈ സമസ്തയുടെ വാദം എന്താണ്, സമസ്ത എന്ത് വാദിച്ചുകൊണ്ടാണ് വിഘടിച്ച് നിൽക്കുന്നത് മുജാഹിദുമായിട്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ സമസ്തയുടെ ഉസ്താദന്മാർ പ്രസംഗിച്ചതും അവർ നമ്മുടെ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നതും നമ്മൾക്കറിയാം. മൊഹീദ്ദീൻ ഷേഖിനെയും അതുപോലെ തന്നെ ഷേഖന്മാരെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ച് തേടാമെന്നും, അതായത് എന്നെ രക്ഷിക്കണേ, എന്നെ കാക്കണേ, അതല്ലെങ്കിൽ എനിക്ക് ഇന്ന് നല്ലത് വരുത്തണേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ നമ്മൾ തേട്ടങ്ങളുണ്ടല്ലോ, നമ്മളെ കൽബിൻ്റെ ഉള്ളിലുള്ള തേട്ടങ്ങൾ, ആ തേട്ടങ്ങൾ നമ്മൾക്ക് ചോദിക്കാം. ആ തേട്ടം ഇതുപോലത്തെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും മൊയ്തീൻ ഷെയ്നും ഒക്കെ വിളിച്ച് തേടിയാൽ അവരാ വിളി കേൾക്കുമെന്നും, അതായത് നമ്മൾ ഏത് ഭാഷക്കാരനാണെങ്കിലും ശരി, ഏത് ദേശക്കാരനാണെങ്കിലും ശരി, ഏത് രാജ്യക്കാരനാണെങ്കിലും ശരി, എവിടെ നിന്നിട്ട് ഈ മരിച്ചുപോയ അമ്പിയാക്കളെ ഔലിയാക്കളെയും നമ്മൾ വിളിച്ച് തേടിയാൽ അവർ അത് മനസ്സിലാക്കും, അവരത് കേൾക്കുമെന്നും, ആ കേട്ട ആ കാര്യത്തിന് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നും അവർ നമ്മൾക്ക് ഉത്തരം നൽകുമെന്നും ഈ നാട്ടിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടായത് എന്ന്. സമസ്തയുടെ ഉത്ഭവം തന്നെ ഇവരെയൊക്കെ വിളിക്കാമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നും അവരത് കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും ഉള്ളതിനാണ് ഈ സംഘടനയെന്നും ഉസ്താദ് നമ്മളോട് പ്രസംഗിച്ച് തന്നിട്ടുണ്ട്. ഉസ്താദന്മാർ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസം അവരിലുള്ളതും. ഇനി മുജാഹിദ് പക്ഷത്തിൻ്റെ കാര്യങ്ങൾ, അവരുടെ ആശയം, അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാം. അവർ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ തേട്ടങ്ങൾ പാടുള്ളൂ എന്നും, കൽബിൻ്റെ തേട്ടമറിയുന്നവൻ, അതായത് തേടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അറിയുകയുള്ളൂ എന്നും, മറ്റാർക്കും അത് കേൾക്കാൻ കഴിയില്ലെന്നും, മരിച്ചുപോയവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ നമ്മുടെ കൽബിൻ്റെ തേട്ടം അവർക്ക് ആർക്കും അറിയില്ലെന്നും, ഒരു തേട്ടവും ഇവരൊന്നും കേൾക്കുകയില്ല, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല എന്നും, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതിനോടുള്ള കഴിവുകളുള്ളെന്നും, മാത്രമല്ല മറ്റ് അള്ളാഹു അല്ലാതെ മറ്റാരോട് നമ്മൾ ഇങ്ങനത്തെ തേട്ടങ്ങൾ നടത്തിയാലും അത് അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ പാപമായ ഷിർക്കായി മാറുമെന്നുമാണ് മുജാഹിദ് വിഭാഗം ഇവിടെ ഈ ഒരു സംഘടനയിലൂടെ അവർ ഇവിടെ ആശയമായി പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളും നമ്മൾ തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് രണ്ടും മാറ്റിവെക്കുകയാണ്. ഈ രണ്ട് ആശയങ്ങളും നമ്മൾ മാറ്റിവെക്കുകയാണ്. ഇനി നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്ക്, ദീനിലേക്ക് വരികയാണ്. ദീനിൻ്റെ ആ ഒരു നിലപാട് എന്താണ് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടേത്, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടേത്, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന കുറേ സംഭവങ്ങൾ, ആർക്കും അറിയാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമാണെന്നും, അത് കഴിഞ്ഞ് നമ്മൾ മരിക്കാത്തൊരു ലോകത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് പോവുകയാണെന്നും, ആ ഖബർ ജീവിതത്തിൽ നമുക്ക് വരുന്നതിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ മാഷറയിൽ നാളെ വരുന്നതിനെ പറ്റിയിട്ട്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വരുന്ന പ്രവേശനത്തിൻ്റെയും ആ സമയത്ത് നമ്മളവിടെ വിലപിക്കുന്നതും സന്തോഷിക്കുന്നതുമായ കാര്യങ്ങൾ വരെ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനെ പോലെ ഒരു ഗ്രന്ഥം ഈ ദുനിയാവിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചത്. കാരണം നമ്മൾക്ക് നടക്കാനിരിക്കുന്ന നാളെ, മരണത്തിന് ശേഷവും മാഷറയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തെ പോലും വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആനിൽ ഈ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഒരുപാട്, അവരൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ, നമ്മളൊന്നും ഇതുവരെ തരണം ചെയ്യാത്ത വലിയ പ്രതിസന്ധികൾ അവർക്കൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ. അപ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ അതേപോലത്തെ സിറ്റുവേഷനിലെ സന്ദർഭങ്ങളിലൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് പ്രവാചകന്മാർ മുഴുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എല്ലാ പ്രവാചകന്മാരും വല്ലാത്തൊരു സിറ്റുവേഷനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെന്നും അതിന് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കണ്ടു എന്നും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മൾക്കത് ഗ്രന്ഥത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി തന്നത്, ഇത് വെറുതെ ഇങ്ങനെ ഓതിപ്പോവാനോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വായിച്ചു തീർക്കാനോ അല്ല, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, അതിനകത്ത് അമ്പിയാക്കന്മാർ മുഴുവനും പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. ഇനി അമ്പിയാക്കൾ മാത്രമാണോ?
സൂറത്തുൽ കഹഫിൽ നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ നമുക്കറിയാം, കുറച്ച് യുവാക്കൾ, അതായത് മുസ്ലിമായി കഴിഞ്ഞാൽ അവിടെ കൊന്നുകളയുന്ന ഒരു രാജാവ് ഉള്ള ഒരു നാട്ടിൽ അവിടെ ഇവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ അവിടെ കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു ഞങ്ങളെ നിങ്ങൾ ഈ ഭരണാധികാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയും അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ഈ രാജാവ് പിടിച്ചു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും, അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗുഹയിൽ ഒളിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് അവർ അമ്പിയാക്കളോ ഔലിയാക്കളോ ഒന്നും അല്ല, അവരെന്ന് വെച്ചാൽ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്, ഇസ്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. ആ ആളുകൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അവരിൽ നിന്ന് രക്ഷ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകിയത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് സൂറത്തുൽ കഹഫിലൂടെ നമുക്ക് മനസ്സിലാവും. നൂറ്റാണ്ടുകൾ ആ ഗുഹയിലൂടെ ഉള്ളിൽ ഒരു കുഴപ്പവുമില്ലാതെ അവർ സംരക്ഷിക്കപ്പെട്ടു ഉറക്കത്തിലൂടെ. അപ്പോൾ അവർ വരെ തേടിയ തേട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരാരും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിയോടോ മുൻകഴിഞ്ഞു പോയ മഹാന്മാരോടോ ആരോടും തന്നെ ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല, ഒരു ഇസ്തിഗാസയും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലായിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി, തേടുന്നതിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു വലിയ തെറ്റായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അതായത് നിങ്ങൾ ഈ തേടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ സൃഷ്ടികളായ ആളുകളെ വിളിച്ച് തേടുന്നുണ്ടല്ലോ, ആ തേട്ടം അവർ ഒരു കാരക്കക്കുരുവിൻ്റെ ഒരു പാടയുണ്ടല്ലോ, ആ പാട പോലും അവർ പെടുത്തുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തദഊഹും ലാ യസ്മഉ ദുആഅക്കും. അവരോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. വലൗ സമീഉ മസ്തജാബൂ ലക്കും. ഇനി അവർ കേട്ടു എന്ന് നിങ്ങളങ്ങ് വാദിക്കുകയാണെങ്കിൽ തന്നെ, സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുമില്ല. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ ഈ ചെയ്ത ഷിർക്കിനെ അള്ളാഹു സുബ്ഹാനഹു ഈ നിങ്ങൾ വിളിച്ച് തേടിയ ആളുകൾ ഈ ഷിർക്കിനെ അവർ നാളെ മാഷറിൽ വെച്ച് നിഷേധിക്കുകയും ചെയ്യും. മൊയ്തീൻ ഷെയ്ഖിനെ നിങ്ങൾ വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് വന്നിട്ട് പറയും, അള്ളാഹുവേ ഞാൻ കൈയൊഴിയും, എനിക്കറിയില്ല അള്ളാഹ്, അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ വിളിച്ചോ അവരൊക്കെ വന്ന് കൈയൊഴിയും. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമെന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ആരെ വിളിച്ചാൽ, അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചാലും, സൃഷ്ടികളെ ആരെ വിളിച്ചാലും ഇത് അള്ളാഹു വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. മക്കാ മുശ്രിക്കുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അവർക്ക് ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുടെ പോലെ ഇവരുടെയൊക്കെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെയൊക്കെ ബിംബങ്ങൾ ഒരുപാട് കഅബയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഈ ബിംബങ്ങൾ ഈ അമ്പിയാക്കളോ ഔലിയാക്കളോ ആയ ആളുകളാണ് ഈ ദുനിയാവ് സൃഷ്ടിച്ചതെന്നും അവരാണ് ദൈവമെന്നുള്ള വിശ്വാസം മക്കാ മുശ്രിക്കുകളിലായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർ കടലിലും കോളിലൊക്കെ അകപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ. അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കരക്കെത്തിക്കുമ്പോൾ അവർ പിന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കും. എന്തുകൊണ്ടാണ്? നേരെ വന്നിട്ട് കാബത്തിൽ വന്നിട്ട് ഈ അമ്പിയാക്കളോടും ഔലിയാക്കളോടും വിളിച്ച് തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത്, നമ്മളൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന വിശ്വാസമാണ് അവർക്ക്. അത് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പക്ഷേ ഈ അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹുവോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ആയതുകൊണ്ട് അവർക്കേ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ അമ്പിയാക്കളും ഔലിയാക്കളും കേൾക്കും, മരിച്ചുപോയ ഈ അമ്പിയാക്കളും ഔലിയാക്കളും കേൾക്കും, അവർ നമ്മളെ സഹായിക്കും, അവർ നമ്മൾക്ക് രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസമായിരുന്നു മക്കാ മുശ്രിക്കുകൾക്ക്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആ ഒരു വിശ്വാസം ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? മുജാഹിദുകളുണ്ട്, അതുപോലെ തന്നെ സമസ്തയുമുണ്ട്. അപ്പോൾ മുജാഹിദുകളുടെ വിശ്വാസവും ഈ ഖുർആനിൽ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസവും രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും ഈ സമസ്തയുടെ വിശ്വാസവും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംഘടനയുടെ കൂടെ നിന്നുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതുപരി നമ്മളുടെ വിജയം എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇസ്ലാം എന്ത് പഠിപ്പിച്ചോ ആ പഠിപ്പിച്ചത്
മുജാഹിദുകൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല, കാരണം അത് മുജാഹിദുകളുടെ കൂടെ പെടുന്ന പോലെ ആയിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകളോട് എന്ന് പറഞ്ഞ സംഘടനയോടുള്ള ദേഷ്യം നിങ്ങൾ ഇസ്ലാമിനോടുള്ള ദേഷ്യമാക്കി മാറ്റുകയാണ്. ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ അവർ കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ലേശം വ്യത്യസ്തമായി ചെയ്തോളാം, സമസ്തേൻ്റെ കൂടെ കൂടിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന അവസരം വരെയുണ്ട്, കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിലേക്കാണ് ഏകദേശം ജോയിൻ്റ് ആവുന്നത് സമസ്തയുടെ വിശ്വാസം. ഇസ്ലാമിൻ്റെ വിശ്വാസം ഏകദൈവാരാധന, അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഇവിടെ പഠിപ്പിച്ച, അവർ ജീവിച്ച് കാണിച്ചു തന്ന ആ ഒരു വിശ്വാസം, പരിശുദ്ധ ഖുർആൻ്റെ ആ കൃത്യമായ വിശ്വാസം, ആ വിശ്വാസമുള്ളത് ഈ ഇന്ന് മുജാഹിദുകളുടെ വിശ്വാസത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയതുകൊണ്ട് തന്നെ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല, സമസ്ത എന്ന സംഘടനയോ മുജാഹിദ് എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല, ദീന് മനസ്സിലാക്കൽ നമ്മൾക്ക് വേണ്ടി സ്വശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മമാണ്. കാരണം നാളെ നമ്മൾ ഖബറിലും അതുപോലെ തന്നെ മാഷറയിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാവിടെയും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നരകത്തിലേക്ക് പോകും എന്ന് ഉറപ്പാവുന്ന ഒരു സമയത്ത് നമ്മൾ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ, കുടുംബം, അവരൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മൾ പറഞ്ഞു, അള്ളാഹു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക, വേണതാ അതെൻ്റെ മകനാണ്, അതെൻ്റെ മകളാണ്, അതെൻ്റെ ഭാര്യയാണ്, ഇതാ നിങ്ങൾ അവരെടുത്തോളൂ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് കഴിച്ചിലായി തരുമോ എന്ന് ചോദിക്കുന്ന പറഞ്ഞത്. അങ്ങനെ വിലപിക്കും. കാരണം എല്ലാവരും അവൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അവൻ നിലകൊള്ളുക, അവൻ്റെ കുടുംബക്കാർ. അതൊന്നുമല്ല, നരകത്തിലേക്ക് പോകുന്ന ഉറപ്പായി കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ശരീരം രക്ഷപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ദീനിനെ നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബിദ്അത്തും ശിർക്കുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും കൃത്യമായ ഖുർആന്റെ പാതയിൽ സഞ്ചരിക്കുവാനും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.